നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 നാളെ ശിവരാത്രിയാണ്. ശ്രീ പരമേശ്വരൻ്റെ കൃപയ്ക്കായി വ്രതാനുഷ്ഠാനങ്ങളിലാണ് ഭക്തരിപ്പോൾ. കലിയുഗത്തിലെ താരക മന്ത്രമാണ് ഓം നമഃശിവായ മന്ത്രജപം. ശിവ എന്ന ശബ്ദത്തിന് മംഗളം എന്നർത്ഥം. ഇഹലോക ജീവിതത്തിൽ മംഗളമായതെന്തും സാധിപ്പിക്കുന്ന മന്ത്രം, അമംഗളത്തെ തടയുന്ന മന്ത്രം. 3 തരത്തിലുള്ള താപത്രയങ്ങളാണ് ഓരോ മനുഷ്യരും അനുഭവിക്കുന്നത്. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നിങ്ങനെയാണ് താപത്രയങ്ങൾ. അത്തരത്തിലുള്ള താപത്രയങ്ങളുടെ നാശമാണ് ശിവശബ്ദത്തിലൂടെ സാധ്യമാകുന്നത്. സർവമംഗള സ്വരൂപനാണ് ശിവൻ, പരബ്രഹ്മ സ്വരൂപനാണ് ശിവൻ. ശി എന്ന ശബ്ദം കൊണ്ട് ആധ്യാത്മിക ദുഃഖവും, വാ എന്ന ശബ്ദം കൊണ്ട് ആദിഭൗതികവും, യാ എന്ന ശബ്ദം കൊണ്ട് ആദിദൈവികവുമായ ദുഃഖവും അകറ്റപ്പെടുന്നു എന്നാണ് വിശ്വാസം. മനുഷ്യജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ഈ 3 വിഭാഗത്തിലും പെടും. ആ ദുഃഖങ്ങളുടെ ശാന്തിയാണ് നമഃശിവായ എന്ന മന്ത്രജപത്തിലൂടെ കൈവരുന്നത്. തുടർന്ന് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കണ്ഠഗതൈരപ്യസുഭിഃ കസ്യ ഹ്യാത്മാ ന ശക്യത്തെ ജേതും മൂർഘസ്യ ശങ്കിതസ്യ ച വിഷാദിനോ വാ കൃതഘ്നസ്യ കണ്ഠഗതൈരപ്യസുഭിഃ കസ്യ ഹ്യാത്മാ ന ശക്യത്തെ ജേതും മൂർഘസ്യ ശങ്കിതസ്യ ച വിഷാദിനോ വാ കൃതഘ്നസ്യ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. സ്വയം മൂഢനായ ഒരാൾക്ക് ഒരിക്കലും ആത്മബോധത്തിലേക്ക് ഉയരാൻ സാധിക്കുകയില്ല. എന്തിനും ഏതിനെയും സംശയത്തോടെ സമീപിക്കുന്ന ആളിന് മനോനിയന്ത്രണവും ലഭിക്കില്ല. ശങ്കരാചാര്യ രചിച്ച പ്രശ്നോത്തര രത്നമാലികയിലെ ഈ ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം.
പ്രശ്നോത്തര രത്നമാലികയിൽ 16-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ കാ അഹർനിശം അനുചിന്യ എന്ന് ചോദിച്ചു. രാവും പകലും ഒരുപോലെ ആരാണ് ചിന്തിക്കപ്പെടേണ്ടവൾ, വിചാരം ചെയ്യപ്പെടേണ്ടവൾ? അതിന് മറുപടി പറഞ്ഞു, ഈ സംസാരത്തിൻ്റെ അസാരതയാണ് എന്ന് പറഞ്ഞു. തുടർന്ന് അടുത്ത ചോദ്യം കാ പ്രേയസീ വിധേയ എന്നാണ്. കാ പ്രേയസീ വിധേയ. കാ ഏതൊരുവളാണ്, പ്രേയസീ വിധേയ പ്രേയസിയാക്കി തീർക്കപ്പെടേണ്ടത്. അങ്ങേയറ്റം പ്രിയതമയാണ് പ്രേയസി. അപ്പോൾ ഏറ്റവും പ്രിയതമയായി നമ്മൾ ആരെയാണ് വരിക്കേണ്ടത്, ആരെ സ്വീകരിക്കണം? ഇതാണ് ചോദ്യം. മറുപടി കരുണാ ദീനേഷു സജ്ജനേ മൈത്രി. ദീനേഷു കരുണ സജ്ജനേ മൈത്രി. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാണപ്രേയസിയായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇവളെയാണ്. ആരെ? ദീനേഷു കരുണ, ദീനന്മാരിൽ ദുഃഖിതന്മാരിൽ കരുണ. അതുപോലെ സജ്ജനേ മൈത്രി, സജ്ജനത്തിൽ മൈത്രി, സജ്ജനങ്ങളിൽ സാധുജനങ്ങളിൽ മിത്രത. ഇത് രണ്ടുമാണ് നമ്മളെപ്പോഴും പ്രേയസിയായി സ്വീകരിക്കേണ്ടത്. ഇവിടെ ദീനേഷു കരുണ സജ്ജനെ മൈത്രി എന്നുള്ളത് ഉപലക്ഷണാർത്ഥത്തിലെടുത്ത് അതുപോലുള്ള ശ്രേഷ്ഠങ്ങളായ ഗുണങ്ങളെ എല്ലാം നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യനെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയർത്തുന്ന, ദിവ്യതയിലേക്ക് ഉയർത്തുന്ന ഉദാര ഗുണങ്ങൾ, കൃപയാവട്ടെ, കാരുണ്യമാകട്ടെ, സ്നേഹമാകട്ടെ, മിത്രതയാകട്ടെ, ഈ വക ഗുണങ്ങൾ ഇതായിരിക്കണം നമ്മുടെ പ്രേയസി. അല്ലാതെ മറ്റൊരു സ്ഥൂല ശരീരമാർന്ന ആളല്ല ശരിയായ പ്രേയസി. ശരിയായ പ്രേയസി ഇത്തരം സദ്ഗുണങ്ങൾ ഉള്ളിലുണ്ടാവുക എന്നുള്ളതാണ് എന്നർത്ഥം. തുടർന്ന് കണ്ഠഗതൈരപ്യസുഭി കസ്യ ഹ്യാത്മാന ശക്യത്തെ ജേതും മൂർഖസ്യ ശങ്കിതസ്യ ച വിഷാദിനോ വാ കൃതഘ്നസ്യ. കണ്ഠഗതൈരപ്യസുഭി കസ്യ ഹ്യാത്മാന ശക്യത്തെ ജേതും. കുറച്ച് വലിയൊരു ചോദ്യമാണിത്. കണ്ഠഗതൈഹി അസുഭിഹി അപി കസ്യ ഹി ആത്മാ ജേതും ന ശക്യത്തെ. കണ്ഠഗതൈഹി അസുഭിഹി, അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ, അസുഭിഹി പ്രാണങ്ങളാൽ. പ്രാണങ്ങളാൽ എന്ത് ചെയ്യപ്പെട്ടു? കണ്ഠഗതങ്ങളാക്കപ്പെട്ടു. കണ്ഠഗതമാവുക എന്ന് പറഞ്ഞ അർത്ഥം ശരീരമാസകലം വ്യാപിച്ച് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന പ്രാണങ്ങൾ എല്ലാം പിന്തിരിഞ്ഞ് ഊർധ്വശ്വാസം വലിക്കുകയാണ്. മരണസമയമായി, മരണമാസന്നമായി. ഇപ്പം മറ്റ് ശരീരവ്യാപാരങ്ങളൊന്നും തന്നെ ഇല്ല. ആ അവസ്ഥയിലെത്തിയ ആൾ പോലും, അങ്ങനെയുള്ള ആൾ, അങ്ങനെയുള്ള ആത്മാ പോലും കസ്യ ജേതും ന ശക്യതേ. അങ്ങനെയുള്ള ആൾ എന്തിനെ ജയിക്കാൻ സമർത്ഥനല്ല. താത്പര്യം ഈ അവസ്ഥയിലെത്തിയാൽ പോലും സ്വയം തനിക്ക് ആത്മബോധത്തിലേക്ക് അല്ലെങ്കിൽ തന്നിൽ തന്നെ സമാഹൃതനാവുന്നതിന് സാധ്യമാവുന്നില്ല. അതാർക്കാണ്? എങ്ങനെയുള്ള ആൾക്കാണ് ആത്മാവ് ജയിക്കപ്പെടാത്തത്? ആത്മാ ജേതും ന ശക്യതേ. ആത്മാവ് ജയിക്കപ്പെടുന്നില്ല. അപ്പോൾ പ്രാണങ്ങൾ കണ്ഠഗതമായി എന്ന് പറഞ്ഞാൽ മരണമാസന്നമായി, എന്നിട്ട് പോലും സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് പോലും തൻ്റെ ഉപാധികളെ നിയന്ത്രിച്ച് ആത്മബോധത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നില്ല. അതാർക്ക്? മറുപടി മൂർഖസ്യ ശങ്കിതസ്യ വിഷാദിനഃ കൃതഘ്നസ്യ. ഇവിടെ 4 മറുപടികളാണ് പറയുന്നത്. 4ഉം ഒരാളെ സംബന്ധിച്ച് തന്നെയാണ്. ആദ്യം പറയുന്നത് മൂർഖസ്യ, മൂർഖൻ്റെ. മൂർഖൻ, മൂഢൻ.
മൂർഖനെന്ന് പറഞ്ഞാൽ മൂഢൻ. കേവലം മൂഢൻ എന്ന് പറഞ്ഞാൽ പോരാ. കാരണം മൂഢൻ പറഞ്ഞു കൊടുത്താലെങ്കിലും മനസ്സിലാക്കും, മൂർഖൻ പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കില്ല. ഇത് ചെയ്യരുത്, ഇതാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി വ്യതിരിക്തമായി വേർതിരിച്ച് പറഞ്ഞു കൊടുത്താൽ പോലും മൂർഖൻ ഉൾക്കൊള്ളാൻ കഴിയില്ല. മൂർഖൻ അവൻ്റെ മിഥ്യാധാരണകളെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും. അതാണ് മൂർഖ സ്വഭാവം. മൂർഖ ശബ്ദത്തിന് മലയാളത്തിൽ വിചാരിക്കുന്നത് പോലെ ദുഷ്ടനെന്നുള്ള അർത്ഥം എടുക്കരുത്, മൂഢൻ എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ സ്വയം മൂർഖനായ ഒരാൾക്ക് ഒരിക്കലും ആസന്നമായി മരണമെന്ന് വന്നാൽ പോലും സ്വയം നിയന്ത്രിക്കാനോ ആത്മബോധത്തിലേക്ക് ഉയരാനോ സാധിക്കുന്നില്ല, ആത്മനിയന്ത്രണം സാധിക്കുന്നില്ല. അതുപോലെ രണ്ടാമത് പറയുകയാണ് ശങ്കിതസ്യ. ശങ്കിതൻ എപ്പോഴും ശങ്കയോടുകൂടിയവനാണ്. തത്വനിർണയത്തിനായിക്കൊണ്ടുള്ള സംശയം ജീവിതത്തിൽ നല്ലതാണ്. അറിവ് നേടുന്നതിനായിക്കൊണ്ടുള്ള സംശയം നല്ലതാണ്. കാരണം സംശയാലുവാണ് ഗുരുവേയും ശാസ്ത്രത്തെയും പ്രാപിക്കുന്നത്. എന്നാൽ ഒരാൾ സംശയാത്മാവായാലോ, സംശയാത്മാവ് വിനശ്യതി, സംശയാത്മാവ് എല്ലാ പ്രകാരത്തിലും നശിക്കും. കാരണം സംശയാത്മാവിന് ഈ ലോകവും ഇല്ല, പരലോകവും ഇല്ല, സുഖവും ഇല്ല, ഒന്നുമില്ല. കാരണം സംശയം നീങ്ങുന്നില്ല. അത് തത്വനിർണയത്തിനുള്ള സംശയമല്ല, പിന്നെ എന്തിനെക്കുറിച്ചും എപ്പോഴും സംശയമാണ്. സംശയ നിവൃത്തിക്ക് ഗുരുവെ പ്രാപിച്ച് ഗുരുവിൽ നിന്ന് ശ്രവിച്ചാൽ അതിനെക്കുറിച്ചും സംശയമാണ്. അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് വേറൊരാളോട് ചോദിച്ചാൽ അതിനെക്കുറിച്ചും സംശയമാണ്. സംശയം നീങ്ങില്ല. അങ്ങനെ സംശയാലുവായി സംശയ സ്വഭാവിയായിരിക്കുന്ന ആളെക്കുറിച്ചാണ് ശങ്കിതൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്ക് ഒരിക്കലും സ്വനിയന്ത്രണം, മനോനിയന്ത്രണം സാധിക്കില്ല. അപ്പോൾ പ്രാണങ്ങൾ വേർപെടാനായ സ്ഥിതിയിൽ പോലും അയാൾക്ക് സ്വയം നിയന്ത്രിക്കുക എന്നുള്ളത് സാധിക്കില്ല. പിന്നെയും ചിന്തിക്കേണ്ടതുണ്ട് ഈ ശ്ലോകത്തിൽ. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ആവട്ടെ. പരീക്ഷിത് മഹാരാജാവ് ഭാഗവതം ശ്രവിച്ച് 7 ദിവസം കൊണ്ട് ജീവൻ മുക്തി നേടി. ഇതിനുശേഷം കോടിക്കണക്കിന് ജനങ്ങൾ ഭാഗവതം കേട്ടിട്ടുണ്ടെങ്കിലും അവരിൽ എത്ര പേർ ജീവൻ മുക്തി നേടിയിട്ടുണ്ട്? ശ്രദ്ധയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി സാന്ദ്രാനന്ദ സംസാരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു കൃതിയിൽ ഗുരു ചിന്തിച്ച് ചിന്തിച്ച് ചിത്തായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ചിന്തിച്ച് ചിന്തിച്ച് ചിത്തായിരിക്കുക. ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താണ് ഈ പറയുന്നത്? പച്ച മലയാളത്തിലാണ് ഗുരു പറയുന്നത്. നമ്മുടെ ഉപനിഷത്താണെങ്കിൽ നേതി നേതി എന്നാണ് പറയുന്നത്. ചിന്തിക്കുക. നമ്മൾ നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ചിന്തയ്ക്ക് പല പല തലങ്ങളുണ്ട്. ഓരോ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. മനഃശാസ്ത്രം, ഫിലോസഫി, അതേപോലെ സയൻസ്, ഫിസിക്സ്, എന്തെല്ലാം വിഷയങ്ങൾ അവിടെ കിടക്കുന്നു. ഓരോരുത്തരും അവരവരുടെ ഫീൽഡിൽ ചിന്തിക്കുക. ആ വിഷയങ്ങളെക്കുറിച്ചല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ചിത്തിനെക്കുറിച്ചാണ്, ചൈതന്യത്തെക്കുറിച്ചാണ്, മനുഷ്യൻ്റെ സത്തയെക്കുറിച്ചാണ്. ഇത് ചിന്തിച്ച് ചിന്തിച്ച് ചിത്തായിട്ട് തന്നെ ഇരിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ എവിടേക്കാണ് നമ്മൾ വ്യതിചലിച്ചു പോയിട്ടുള്ളത്? അപ്പോൾ ചിത്തായി ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതാണ് പരമം പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിത്തല്ലേ? ഈ ചോദ്യം ഒക്കെ നമുക്കിതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ്. ചിത്തായി തന്നെ ഇരിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മനസ്സ് എവിടേക്കാണ് പോകുന്നത്? മറ്റു പലതിലേക്കും വ്യാപരിക്കുമ്പോൾ ഒരുപക്ഷെ ശ്രദ്ധയുടെ അഭാവം കൊണ്ടാണ് നമ്മൾ വഴിതെറ്റി പോകുന്നത്. ഭാഗവതം കേൾക്കുമ്പോൾ അന്ന് പരീക്ഷിത് മഹാരാജാവ് അത്ര ശ്രദ്ധാലുവായിട്ടാണ് അത് കേട്ടത്. പറഞ്ഞ ആളും മോശക്കാരനല്ല. പക്ഷേ അതിനുശേഷം എത്രയോ ലക്ഷക്കണക്കിന് ഭാഗവത യജ്ഞങ്ങൾ നടന്നു. അതൊക്കെ നടത്തിയവരും
അത് ശ്രവിച്ചവരും ഒക്കെ ആരും ആ തലത്തിൽ സാക്ഷാത്കാരം നേടിയോ ഭഗവത് പ്രാപ്തി ഉണ്ടായോ വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് മഹർഷി ചിത്തായിട്ട് തന്നെ ഇരിക്കണം, മനസ്സിനെ അങ്ങനെ നിർത്തണം, ഏകാഗ്രപ്പെടുത്തണം എന്ന് പറയുന്നത്? മനസ്സ് ശ്രദ്ധയുടെ അഭാവം കൊണ്ട് പല തെറ്റായ വഴിയിലേക്ക്, തെറ്റെന്ന് പറയുന്നത് നമ്മൾക്ക് ചിത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതാണ്. അവിടെ യഥാർത്ഥ സ്വരൂപത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് കൊണ്ടാണ് ചിത്തായിരിക്കാൻ പറയുന്നത്. നീ അത് തന്നെയാണ് എന്ന് മഹർഷി സൂചിപ്പിക്കുമ്പോൾ ഞാൻ അത് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് വരാൻ പറ്റണം. അപ്പോൾ പലപ്പോഴും ഒരിക്കൽ ഈ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണോ? ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് ഒരാൾ അഹം ബ്രഹ്മാസ്മി എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരു കൊടുത്ത ഉപദേശമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിചാരം ഇത് ജപിച്ചാലാണ് അദ്ദേഹത്തിന് സാക്ഷാത്കാരം കിട്ടുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് തെറ്റായ ധാരണയായിരുന്നു. ചില വാക്യങ്ങൾ ജപിക്കാനുള്ളതല്ല, തിരിച്ചറിയാനുള്ളതാണ്. ഇവിടെയും മഹർഷി പറയുന്നത് അത് തന്നെയാണ്. ഇത് നീ ചിത്തായിട്ടിരിക്കണം. നിൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് പറയുന്നത് ചിത്താണ്. അതല്ല എന്നുള്ള, ഇപ്പോൾ ഞാൻ ജീവനാണ്, ഞാൻ പാപിയാണ്, ഞാൻ ദുഃഖിയാണ് എന്നൊക്കെയുള്ള ചിന്തകളാണ് ഉള്ളവർക്കാണ് ഈ ഉപദേശം വരുന്നത്. അപ്പോൾ അതുവരെ അവൻ്റെ വിചാരം ഞാൻ പാപിയാണ്. എന്തുകൊണ്ട് അങ്ങനൊരു ചിന്ത വന്നു? അങ്ങനെ നമ്മളിലേക്ക് ഒരു വിശ്വാസം എവിടെ നിന്ന് വന്നു? ആരൊക്കെയോ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു. അപ്പോൾ മഹർഷി പറയുന്നു, ഗുരു പറയുന്നു, അങ്ങനെയല്ല, നിൻ്റെ യഥാർത്ഥ സ്വരൂപം ഈ ചൈതന്യം തന്നെയാണ്. നീ അത് തിരിച്ചറിയുക. ബോംബെയിൽ ജീവിച്ചിരുന്ന ഒരു നിസർഗദത്ത് എന്ന് പറയുന്ന ഒരു മഹാത്മാവുണ്ടായിരുന്നു. രമണ മഹർഷിയെ പോലെ ഐ ആം ദാറ്റ്, ഞാൻ അത് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു മഹാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ ജോലി ബീഡി തെറുക്കുക എന്നുള്ളതായിരുന്നു. ബീഡി തെറുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സാധുവിനെ, ഒരു സന്യാസിയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങൾ എല്ലാം പറഞ്ഞു. എനിക്ക് വലിയ പ്രാരബ്ധമാണ്, വലിയ ദുഃഖമാണ്, ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. പൊതുവെ സത്സംഗം, സാധുസംഗം എന്ന് പറയുന്നത് അറിവിൻ്റെ ഒരു തലത്തിലേക്ക് അവർ കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ള. അങ്ങനെ ആ മഹാത്മാവ് ഇദ്ദേഹത്തോട് പറഞ്ഞു, നീ ദുഃഖിയല്ല, നിൻ്റെ യഥാർത്ഥ സ്വരൂപം ഇതാണ്. തത്വമസി ഉപദേശമാണ് കൊടുത്തത്. പക്ഷെ ആദ്യം അദ്ദേഹത്തിന് പിടികിട്ടിയില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജോലിക്കിടയിലും നിരന്തരമായിട്ടുള്ള ഈ അഭ്യാസം, മനസ്സിനെ അത് ശീലിപ്പിക്കുക, അതായത് അവബോധമുള്ളതായി മാറുക. അങ്ങനെ അദ്ദേഹം ഒരുപാട് താമസിയാതെ തന്നെ സാക്ഷാത്കാരം നേടിയെന്നാണ്. ചിത്തായി തന്നെ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റി. അതെന്തുകൊണ്ടാണ്? ഉള്ളിൻ്റെ ഉള്ളിൽ അത്രമാത്രം ആ ഒരു ജിജ്ഞാസ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾക്കെല്ലാവർക്കും ആ രീതിയിൽ നമ്മൾ ജിജ്ഞാസയുള്ളവരാണോ? നമ്മൾ സത്യത്തെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നവരാണോ? അതോ നമ്മൾ ഈ ജീവിതയാത്രയിൽ ഒരു പാർട്ട് ടൈമായിട്ട്, ഒരു ബൈപ്പാസായിട്ട് നമ്മളിതിനെ കാണുന്നതാണോ? ഇതാണ് നമ്മുടെ പ്രശ്നം. തീർച്ചയായിട്ടും ഇവിടെ വളരെ ഗൗരവമായി നമ്മളിതിനെ കണ്ടാൽ മാത്രമേ ഇത് സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിലോ നമുക്കത് അപ്രാപ്യമായിട്ട് നിൽക്കും. തീർച്ചയായും നമുക്കെല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. നമ്മൾ ചിത്തായിരിക്കാൻ ശ്രമിക്കുക. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. प्रातः भजामि भवभीतिहरं सुरेशं गङ्गाधरं वृषभवाहनमम्बिकेशम्
त्वाङ्गशूल वरदाभयहस्तमीशं संसाररोगहरमौषधमद्वितीयम् प्रातर्भजामि शिवमेकमनन्तमाद्यम् സായുജ്യപദം അരികെ പുണ്യം നിറയുകയായി മനസ്സിൽ ജന്മം വിടരുകയായുഷസ്സിൽ അശരണവേദനയാൽ നീറും മകമിഴി തഴുകാനായി ആലത്തിയൂ ആഞ്ജനേയന്റെ അരിവിലു തൊഴുതിടവേ ഞാനും പുതിയൊരു ഗതിയാമിതാ സ്വാമി തൃക്കോവിൽ ഹനുമാനു പൂജ